നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് വേർഡ്സ് സ്പ്ലിറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ചാണെങ്കിൽ ചൈൽഡ്ഹുഡ് അപ്രോക്സിസ് സ്പീച്ചുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഓൾറെഡി ട്രാൻസിഷൻ, അതായത് സീക്വൻസിങ് ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഇതുപോലെ ആപ്പിൾ അല്ലെങ്കിൽ അമ്മ എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റത്തില്ല. സോ ടുഡേ ഐ വിൽ ഷോ യു ഹൗ ടു ടീച്ച് വേർഡ്സ് അറ്റ് വൺ സ്മൂത്ത് മൂവ്മെൻറ്റ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കോആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് വേർഡ്സ് സ്പ്ലിറ്റ് ചെയ്യാതെ വേർഡ്സ് 3 to 4 ടൈം മെലഡിയസ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മോഡൽ ചെയ്ത് കൊടുക്കുക. സോ വൈ മെലഡിയസ് റെപ്പറ്റീഷൻ? എന്തുകൊണ്ട് നമ്മൾ മെലഡിയസ് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത്? കാരണം ബ്രെയിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഈ എന്താ പറയുക മൂവ്മെൻറ്റ് പാറ്റേൺസ് ആയിരിക്കും. അതായത് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ അല്ലെങ്കിൽ കോആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആയിരിക്കും ബ്രെയിന് പെട്ടെന്ന് പഠിക്കാൻ എളുപ്പം. സോ CAS കമ്പോണൻറ്റോ അല്ലെങ്കിൽ CAS ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീണ്ടും സ്പ്ലിറ്റിങ്ങിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ മോട്ടോർ പ്ലാനിങ്ങിലൊരു ബ്രേക്ക് വരും.